ഹലോ, എല്ലാവർക്കും ഒരു യൂറോപ്യൻ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതൊരു ഒതന്റിക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ. ഞാനപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. ജർമ്മനിയിലെ ഒരു ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലമാണിത്. ഇത് ജർമ്മനിയുടെ തെക്കൻ ജർമ്മനിയിൽ വരുന്ന ഒരു സ്ഥലമാണ്. സൗത്ത് ജർമ്മനിയിലെ ബാഡൻ വുട്ടംബർഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ വരുന്ന ഒരു പ്ലേസ് ആണ്. ഷ്വാസ്വാൾഡ് എന്നാണ് ജർമ്മൻ നെയിം. ഷ്വാസ്വാൾഡ് അഥവാ ബ്ലാക്ക് ഫോറസ്റ്റ്. നമുക്ക് കേട്ട് പരിചയം ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയായിരിക്കും. കാരണം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമുക്ക് സുപരിചിതമായ ഒന്ന് തന്നെയാണ്. ആ ഒരു കേക്കിന്റെ ഒറിജിൻ ഈ ഒരു സ്ഥലത്ത് നിന്നാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ജർമ്മനിയിലത്തെ തന്നെ ജർമ്മനിയുടെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ കണ്ടത്. അതിലേക്ക് നമ്മൾ നടന്നു വേണം പോകാനായിട്ട്. ഇതുപോലുള്ള പല മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ നല്ല ഡെൻസ് ഫോറസ്റ്റുകളൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. അത് തന്നെയാണ് ഇവിടേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒന്ന്. നടന്ന് മടുത്തെല്ലാം കഴിയുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാനായിട്ട് പോകും. അപ്പോൾ ഇവിടുത്തെ എല്ലാ ബേക്കറിയിലും നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ കടകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് കടയിലാണ് ഏറ്റവും നല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കിട്ടാന്നൊക്കെ. അപ്പം അവിടുത്തെ ഒരു കടയിൽ കയറിയപ്പം അവർ പറഞ്ഞു തന്ന ഒരു അഡ്ലർ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ടായിരുന്നു. ആ ഒരു കഫേയിലാണ് ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് വന്നതെന്നും ഈ കേക്കിന്റെ പിന്നിലെ കഥ എന്താണെന്നും ഞാൻ വഴിയെ പറയാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, റെഡ് കളറിലൊരു ബബിൾസ് ഒക്കെ മുകളിലുള്ള, അതിന് നമ്മുടെ കേക്കുമായിട്ട് ബന്ധമുണ്ട്. അത് ഞാൻ വഴിയെ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ബ്ലാക്ക് ഫോറസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കുക്കു ക്ലോക്കിന്റെ നാടും കൂടിയാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പം ഈ ഒരു ക്ലോക്ക് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കും. പല വീടുകളിലോ അല്ലെങ്കിൽ പല ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ക്ലോക്കിനകത്തുനിന്ന് ഒരു പക്ഷി കൃത്യമായ ഇടവേളകളിൽ ഈ പക്ഷി വന്നിട്ട് ബെല്ലടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്, അതാണ് കുക്കു ക്ലോക്ക്. അപ്പം ഈ ഒരു ക്ലോക്കും വന്നത് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് നിന്നാണ്, ജർമ്മനിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം അതിന്റെ പേര് പോലെ തന്നെ ഒരുപാട് ഡെൻസ് ഫോറസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ കാട്ടിനകത്തുള്ള ഒരു പക്ഷിയുടെ സൗണ്ടിൽ നിന്നും അതെന്താണ് ഇവര് ഈ ഒരു കുക്ക് ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് ഹിസ്റ്ററി പറയുന്നത്. അങ്ങനത്തെ ഒരു ബേർഡിന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഇവരിങ്ങനെ ഒരു ക്ലോക്ക് ഉണ്ടാക്കിയത്. അപ്പം ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് വേൾഡിലത്തെ ആദ്യത്തെ ഏറ്റവും വലിയ കുക്കു ക്ലോക്ക്. ഇതിന് ശേഷം പിന്നീട് ഒരു പുതിയതായിട്ട് അവർ കുക്കു ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കുക്കു ക്ലോക്ക്. അത് നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ഇവിടെ എൻട്രി ചെയ്യാനുള്ള ഫീ വരുന്നത് ഒരാൾക്ക് €2 ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കുക്കു ക്ലോക്ക് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ അതിന്റെ വർക്കിംഗ് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. കംപ്ലീറ്റ് ഹിസ്റ്ററി, വർക്കിംഗ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയ സ്ഥലമാണ് അലെ ഹൈലിഗൻ വാസർഫാലെ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്തും വാട്ടർഫാൾ തന്നെയാണ്. കുറെ വാട്ടർഫാൾസ് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് എൻട്രി ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ, ഫ്രീ ആയ എൻട്രി ആണ്. ഇതുപോലെ നടന്നു പോയാൽ മതി. നല്ല രസമാണ്. ഇതിനകത്ത് ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പും നല്ല ഗ്രീനറിയും നല്ല തെളിഞ്ഞ വെള്ളവും ഒക്കെ ഉണ്ട്. ഇതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് എത്തണ്ട, പോകുന്ന വഴി തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇവിടേക്ക് പോകുന്ന വഴിയിൽ ആദ്യം കയറിയത് ഈ സ്ഥലമാണ്. ഇതിന് ശേഷമാണ് ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തത്. പിന്നീട് ഞങ്ങൾ പോയ വാട്ടർഫാൾ ആണ് ട്രൈബർഗ് വാട്ടർഫാൾ. ജർമ്മനിയുടെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫാൾ ആണ് ബ്ലാക്ക് ഫോറസ്റ്റിലുള്ള ഈ ഒരു ട്രൈബർഗ് വാട്ടർഫാൾ. ഇവിടേക്ക് പോകാനാണെങ്കിൽ നമുക്ക് ടോപ്പ് വരെയും പോകാം. ഈ ഒരു വാട്ടർഫാളിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് എന്നുള്ളത് കാണാം. നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലൊക്കെ നോക്കി നിങ്ങൾക്ക് നല്ല മനോഹരമായ കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ കാണാം. പക്ഷെ ഞങ്ങൾ അതിന്റെ സ്റ്റാർട്ടിങ് വരെ പോയില്ല. കാരണം ഇത് നമുക്ക് കുറെ അങ്ങോട്ട് കയറി നടക്കാനുണ്ട്. ഈ വാട്ടർഫാളിലെ എൻട്രി ടിക്കറ്റ് വരുന്ന ഒരാൾക്ക് €9 ആണ്. പക്ഷെ ഞങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ ഫ്രീ ആയിട്ടാണ് എൻട്രി ചെയ്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ടൂറിസ്റ്റ് കാർഡ്. ആ കാർഡ് നമ്മളിവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാം. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിന്നിരുന്ന അപ്പാർട്ട്മെന്റ്, ഇതാണ് ഞങ്ങൾ നിന്ന അപ്പാർട്ട്മെന്റ്. ഒരു 2 ബെഡ്റൂമും ഒരു വോൺ സിമ്മറും കിച്ചണൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫെറിൻ മോർണിംഗ് ആയിരുന്നു. നമുക്ക് അവിടെ തന്നെ കുക്ക് ചെയ്തെല്ലാം കഴിക്കാം. അത്യാവശ്യം സാധനങ്ങളും പാത്രങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫ്രിഡ്ജും അതുപോലെ സ്റ്റൗവ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അവരവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ഗസ്റ്റ് കാർഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡ് ഇവിടെ കാണിച്ചാൽ മതി. അപ്പൊ ഈ ഒരു മാപ്പിൽ കാണുന്ന ഈ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ബസ്സുകൾ, ലോക്കൽ ട്രെയിൻസിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാം. അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വാട്ടർഫാൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ എൻട്രി ചെയ്തു. പിന്നെ കുറച്ച് മ്യൂസിയം, അതുപോലെ വേറെ കുറച്ച് പൂൾസ്, ഇൻഡോർ പ്ലേയിങ് ഏരിയാസ്, അവിടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ ടാക്സ്, അതായത് ടൂറിസ്റ്റ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം അത് പക്ഷെ ഒരാൾക്ക് €4 ഒക്കെയാണ് വരുന്നുള്ളൂ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ടാക്സ് പേ ചെയ്യുന്ന അപ്പാർട്ട്മെന്റ്സിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടൂറിസ്റ്റ് കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇതുപോലത്തെ പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കുക്കു ക്ലോക്ക്. അപ്പോൾ ഇതുകൂടെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഏകദേശം കണ്ട് തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞാൻ കേക്കിന്റെ കഥ കൂടെ പെട്ടെന്ന് പറയാം. ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം തിക്കായിട്ടുള്ള ഡെൻസ് ഫോറസ്റ്റ് ആണല്ലോ. നമ്മുടെ കേക്കിന്റെ ഒരു ലെയറിൽ വരുന്നത് എന്താണ്, ചോക്ലേറ്റ് ലെയർ ആണ്. അപ്പോൾ ഈ ഒരു ഡെൻസ് ഫോറസ്റ്റ് ആണ്
നമ്മുടെ ചോക്ലേറ്റ് ലെയർ, കേക്കിന്റെ ചോക്ലേറ്റ് ലെയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് വിപ്പിംഗ് ക്രീമിന്റെ ലെയർ ആണ്. അത് ഈ പ്രദേശത്തുള്ള മഞ്ഞുകാലം ഉണ്ടല്ലോ അതിനെ എന്നത്ര റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ചോക്ലേറ്റ് ലെയറും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഇതിന്റെ ഇടയിലായിട്ട് ചെറി ഫില്ലിങ്ങും അതുപോലെ തന്നെ ചെറിയ ബ്രാൻഡിയും ഒക്കെ ചേർത്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ഒരു ക്യാപ്പ്, അതാണ് ബ്രൈറ്റ് റെഡ് പോംപോം ക്യാപ്സ്. ഇവിടുത്തെ കല്യാണം കഴിക്കാത്ത സ്ത്രീകളുടെ തലയിൽ ഇങ്ങനത്തെ ഒരു ബ്രൈറ്റ് റെഡ് പോംപോം ക്യാപ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മുടെ കേക്കിന്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ കേക്കിന്റെ പിന്നെ രസകരമായിട്ടുള്ള സ്റ്റോറി. പിന്നെ ഇവിടുത്തെ ഷോപ്പുകളിൽ പോകുമ്പോൾ ആൽക്കഹോൾ ഇല്ലാത്ത കേക്ക് നമുക്ക് കിട്ടും കേട്ടോ. ആൽക്കഹോൾ ഉള്ള കേക്ക് മാത്രമല്ല, ഇല്ലാത്തതുണ്ട്. അതുപോലെ തന്നെ മുട്ട ചേർക്കാത്ത കേക്കുകളുണ്ട്. അങ്ങനെ പല വെറൈറ്റി കേക്കുകളും നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് യൂസ്ഫുൾ ആയ ഒരു ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.